അസ്സലാമലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞു ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് കേട്ടോ. ഒരു സിറ്റിംഗ് ഗേളിൻ്റെ ഡെക്കറേഷനാണ് ഞാൻ ഈ ഒരു കേക്കിൽ കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള കേക്ക് എന്ന് പറയുന്നത് 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ 1 kg ചെയ്തിട്ടുള്ളത് ഞാൻ മുന്നൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. 7 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ട് 1 kgയുടെ ബാറ്റർ ഒരുമിച്ച് ഒഴിച്ചിട്ട് ഒരേ സമയം ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഒരു 4-5 ലെയറാക്കി നമുക്ക് കട്ട് ചെയ്താൽ ഇതുപോലെ ഹൈറ്റിൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാനിതൊന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കൊടുക്കുന്ന കളർ എന്ന് പറയുന്നത് നമ്മൾ തലേദിവസം നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു കേക്കിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പീച്ച് കളർ കിട്ടാൻ വേണ്ടി യെല്ലോയും അതുപോലെ തന്നെ റെഡും 1 ഡ്രോപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത് കേട്ടോ. എന്നിട്ട് ഇതാ ഫുള്ളായിട്ട് ക്രീം കോട്ട് ചെയ്യുമ്പോൾ വൈറ്റ് കളറിൽ തന്നെ ചെയ്താൽ മതി. അപ്പം നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ റോസറ്റ ഡിസൈൻ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കട്ടിക്ക് ക്രീം കൊടുക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ക്രീം കോട്ട് ഒന്ന് ജസ്റ്റ് വൈറ്റിൽ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ക്രീം കോട്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പീച്ച് കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പീച്ച് കളർ കൊടുക്കുമ്പോഴും നിങ്ങൾ അധികം കട്ടിയിൽ കൊടുക്കണ്ട, കാരണം ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമ്മൾക്ക് റോസറ്റ ഫ്ലവറാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ റോസറ്റ വരക്കുമ്പോൾ അറിയാലോ അത്യാവശ്യം ക്രീം വരും. അപ്പോൾ ക്രീം ഓവറായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കാണ്ട് കേക്ക് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രീം കോട്ടും ഈ ഒരു സെക്കൻഡ് കോട്ടൊക്കെ ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് ലെയർ നല്ല കട്ടി കുറച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാതിരിക്കുന്ന ഒരു ഭാഗം പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം, കാരണം നമുക്ക് കുറച്ചും കൂടെ വൃത്തിക്ക് വേണം. ആ ഒരു ലേഡിനെ അതിൽ വെക്കാനും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലവർ വരക്കാനും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതാ ഞാനിപ്പം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഹൈറ്റുള്ള കേക്കൊക്കെ ചെയ്യുമ്പം ഇങ്ങനത്തെ സ്ക്രാപ്പർ യൂസ് ചെയ്യണത് നന്നായിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു പാലറ്റ് നൈഫ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ആക്സസ് വരുന്ന ബാക്കി ക്രീമുകളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കൊടുക്കാം. മുകളിലോട്ട് ബൾജായിട്ട് വരുമല്ലോ, നമ്മൾ താഴെ ഒരു ക്ലീൻ ആക്കുമ്പം ഇതുപോലെ മുകളിലോട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിതാ കേക്ക് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പീച്ച് കളറിലേക്ക് ഞാൻ റോസറ്റ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ബർഗണ്ടി കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിപ്പ് ചെയ്ത ക്രീം തന്നെ ബാക്കി ഉണ്ടായിരുന്നു, ആ ക്രീമിലേക്കാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ബർഗണ്ടി കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടോപ്പൊക്കെ അഴിച്ചിട്ടുണ്ട്, കാരണം അതിൽ കുറച്ചും കൂടെ ബാക്കിയുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ലൈറ്റ് കളറാണ് ഇപ്പോൾ കിട്ടുന്നത് കേട്ടോ. ബർഗണ്ടിയുടെ ഈ ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രീമിലേക്ക് ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിലാണ് ഇത് കണ്ടോളൂ. ഇതാണ് ബർഗണ്ടി കളർ എന്ന് പറയുന്നത്. ആ ഒരു എഴുതിക്കുന്ന സ്പെല്ലിംഗ് ഉണ്ടല്ലോ, ആ ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇത്തിരി ക്രീമിലേക്കൊക്കെ കുറച്ച് ഒരു 2-3 ഡ്രോപ്സ് എടുത്താലേ ആ ഒരു കളർ കിട്ടണമുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ക്രീമിലേക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം അത് എത്ര പോലും വരും എന്നുള്ളത്. അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ ടോപ്പർ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്കതവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. സിറ്റിംഗ് ഗേളാണ്, കയ്യിലൊരു ഷാമ്പെയിനോ വൈനോ എന്തോ കയ്യിലുണ്ട് കേട്ടോ. അപ്പം അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഞാൻ 100 N1 നോസിൽ വെച്ചിട്ട്, അപ്പോൾ ആ ഒരു നോസിലും ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ള റോസറ്റ ഫ്ലവർ വരയ്ക്കണ നോസിൽ 100 N1 അല്ലെങ്കിൽ വിൽട്ടൻ്റെ M1 അങ്ങനെ എന്തോ ആണ്, വിൽട്ടൻ M ആണ് റോസറ്റ വരയ്ക്കണ നോസിൽ. ആ ഒരു നോസിൽ വെച്ചിട്ട് ഇതിൻ്റെ ഗൗണ് വരച്ചു കൊടുക്കുകയാണ്, ഡ്രസ്സ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടോ, ബർഗണ്ടി ഈ ഒരു ലൈറ്റ് കളറിൽ, അത് നമ്മൾ ഒരുപാട് ക്രീമിലേക്ക് ഇങ്ങനെ ചേർത്തപ്പോഴാണ് ഈ ഒരു ലൈറ്റ് കളർ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബർഗണ്ടി പെർഫെക്റ്റ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീമിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ ഗൗൺ വരച്ചെടുക്കുന്നുണ്ട്, താഴെ വരെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ക്രീം കേക്കിൽ കൊടുക്കണ്ട എന്നുള്ളത്. ക്രീം കൂടുതലായാലും ചിലർക്കൊന്നും അത് ഇഷ്ടാവില്ല കേട്ടോ കഴിക്കുന്ന ടൈമിൽ. പ്രത്യേകിച്ച് ഇങ്ങനെ കളറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഓവറാകാത്ത ഇരിക്കുകയാണ് നല്ലത്. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു റോസറ്റ വരച്ചെടുക്കാം. ഈസിയാണ് ഈ ഒരു നോസിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു നോസിലാണ് കേട്ടോ ഈ ഒരു നോസിൽ. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പീച്ച് കളർ വെച്ചല്ലോ കേക്കിൽ, ആ ഒരു കളറിൽ ഈ സെയിം നോസിലാണ് കേട്ടോ 100 N1 ആ ഒരു നോസിൽ വെച്ചിട്ട് സൈഡിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില കേക്കൊക്കെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നും ഫിനിഷ് ആയില്ല, ഒന്നും കൂടി റെഡി ആക്കാമെന്നൊക്കെ തോന്നും. അപ്പോഴാണ് ഇതുപോലെ ഓരോന്നെടുത്ത് വീണ്ടും വീണ്ടും ചെയ്യൽ കേട്ടോ.
അപ്പോൾ ഇപ്പോഴും തോന്നി എനിക്ക് ഇത് ഇനിയും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം ഇതിൽ. എനിക്കൊരു തൃപ്തി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ കയ്യിൽ ബീഡ്സ് ഉണ്ടായിരുന്നു, വയലറ്റ് പേൾസ് ഉണ്ടായിരുന്നു. ആ ഒരു പേൾസ് ഞാൻ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ ബോൾസ് ആണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പിന്നെ പേൾസ് ആയിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കാണാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയ അനുസരിച്ചിട്ട് എങ്ങനെയാണോ വൃത്തിക്ക് ചെയ്യാൻ പറ്റുക അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു കളറാണ് ഏകദേശം അതിനൊരു മാച്ചായിട്ട് വരുന്ന ഒരു കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രസ്സിലൊക്കെ ഉണ്ടാവില്ലേ, ഗൗണിലൊക്കെ ഇങ്ങനെ പേൾസ് കാണാമല്ലോ. അപ്പോൾ അതുപോലെ ഇതും കൂടെ അതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് ഇട്ടാലും ഭംഗിയായിരിക്കും, വൈറ്റ് വലിയ ബോൾസ് ഉണ്ടെങ്കിലും ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളെ സിറ്റിംഗ് ഗേളിൻ്റെ പരിപാടിയോടെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ള കാരണം കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ അതുപോലെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടാവും, പുതുതായിട്ട് വന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.